നാസ്തികതയ്ക്ക് ധാർമ്മികതയില്ല. ഇപ്പോൾ സാധാരണ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാർമ്മികത എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ എവല്യൂഷനിലൂടെ പരിണമിച്ചുണ്ടാകുന്നൊരു കാര്യമാണ്. അത് ഇങ്ങനെ ഏതെങ്കിലും മതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യേണ്ടതല്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ചർച്ചകളൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുള്ളതാണ്. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇവരുടെ ധാർമ്മികത എന്താണ്? പരിണമിച്ചുണ്ടാകുന്ന ധാർമ്മികത അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുണ്ടാകുന്ന ധാർമ്മികത എന്ന പേരിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റുമാനൂർ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളുടെ യുക്തിവാദിയുടെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അതിലയാൾ പറയുന്നത് മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനെ തുടങ്ങിയ സകലമാന അരുതുകളും മതങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, യുക്തിവാദികൾ അംഗീകരിക്കാൻ പാടില്ല. ആലോചിച്ചു നോക്കൂ, ഇതാണ് ധാർമ്മികത. പീറ്റർ സിംഗറിനെ എനിക്കറിയാം. പീറ്റർ സിംഗർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മീയ ആചാര്യൻ, അങ്ങനെ പറയാം. നാസ്തികരുടെ ആത്മീയ ആചാര്യൻ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു മൊറാലിറ്റിയുടെ റോൾ മോഡൽ ഒക്കെയാണ് ആര്? പീറ്റർ സിംഗർ. അതിനുവേണ്ടി അഖ്ലാഖിൻ്റെ കുറേ കിതാബുകൾ അയാൾ എഴുതിയിട്ടുണ്ട്. എത്തിക്സ് ഇൻ ദ റിയൽ വേൾഡ്, പ്രാക്ടിക്കൽ എത്തിക്സ്, അനിമൽ ലിബറേഷൻ, ദ മോസ്റ്റ് ഗുഡ് യു ക്യാൻ ഡു, ഇങ്ങനെ തുടങ്ങി. ഇത് അയാളുടെ പുസ്തകങ്ങളുടെ നിര വളരെ നീണ്ടതാണ്. എല്ലാം അവർ പറയാറുള്ളതൊക്കെ എത്തിക്കൽ ബുക്സ് എന്നാണ്. കുത്തുബുൽ അഖ്ലാഖ് പഠിപ്പിക്കുന്ന കിതാബുകളാണ്. റിച്ചാർഡ് ഡോക്കിൻസും ഇയാളും തമ്മിലുള്ളൊരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡോക്കിൻസ് അയാളെ പറ്റി പറയുന്നത്, യു ആർ ദ മോസ്റ്റ് മോറൽ പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ധാർമ്മിക പുരുഷൻ നീയാണെന്നാണ് പീറ്റർ സിംഗറിനോട് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത്. അത്രയും വലിയ അവരുടെ നാസ്തികരുടെ ആത്മീയ ആചാര്യനാണ് പീറ്റർ സിംഗർ. ഈ പീറ്റർ സിംഗർ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അയാളുടെ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരിടത്ത് അയാൾ പറയുന്നത് വെച്ചാൽ, അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൊന്നുകളയണം. അത് ധാർമ്മികതയ്ക്ക് ഒരു എതിരുമില്ല. ചെറിയ കുട്ടികളെ സംബന്ധിച്ചും അതുപോലെ വൈകല്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചും അവർക്കൊരു പേഴ്സണാലിറ്റി ഇല്ല. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി വെച്ച് നോക്കിയാൽ ഈ ജന്തുലോകത്തെ അവരുടെ സ്ഥാനം ചിമ്പാൻസിയേക്കാൾ താഴെയാണെന്ന്. ഒരാളുടെ വ്യക്തിത്വത്തെ ഇവർ വിലയിരുത്തുന്ന രീതിയാണ്. മനുഷ്യനും മൃഗവും തുല്യമാണ്, വൈകല്യങ്ങളുള്ള മനുഷ്യൻ മൃഗത്തേക്കാൾ താഴെയാണ്. ന്യൂയോർക്ക് ടൈംസിൽ അയാൾ എഴുതിയ ഒരു നീണ്ട ലേഖനമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളെ ലൈംഗികമായി ഒരാൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന് ലൈംഗിക ചൂഷണം, അതിക്രമം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അവർക്ക് സെൽഫ് അവയർനെസ് ഇല്ല. ഒരു ലൈംഗികമായ അതിക്രമം അവർക്കെതിരെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളെ പറ്റി സ്വന്തമായി ബോധ്യമില്ലാത്തത് കൊണ്ട് അവരെ കൺസെൻറ്റിൻ്റെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് ധാർമ്മികതയ്ക്ക് ഒരു എതിരുമില്ല. ഇതാണ് അവരുടെ ധാർമ്മിക ആത്മീയ പുരുഷൻ്റെ സങ്കീർത്തനങ്ങൾ. എങ്ങനെയാണതിനെ ധാർമ്മികത എന്ന് പറഞ്ഞ്, നാസ്തിക ധാർമ്മികത എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുക. ഇതൊക്കെ പറയുമ്പോൾ അത് എവിടെയെങ്കിലും യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ ചിന്തിക്കും. അല്ല, കേരള നാസ്തികതയിൽ ഇവിടെ യുക്തിയുഗം മാഗസിനിൽ അരുൺ മംഗലത്ത് എന്ന് പറയുന്ന ആൾ ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം. അയാൾ പറയണമെന്ന് വെച്ചാൽ ഈ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് പ്രകൃതി തരുന്ന ഒരു ക്വാളിറ്റിയാണ്. നമ്മുടെ ജീൻ ഇവിടെ നിലനിൽക്കണം, അടുത്ത തലമുറകൾ നിലനിൽക്കണം. അപ്പോൾ ഒരു പരിണാമശാസ്ത്രം അനുസരിച്ച് ഇവിടെ നിലനിൽക്കൽ ആരാ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അർഹതയുള്ളവനാണ് അതിജീവിക്കേണ്ടത്. അപ്പോൾ പരമാവധി സന്താനങ്ങൾ ഉണ്ടാക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളൊക്കെ അവലംബിക്കാം. അപ്പോൾ ഈ എവല്യൂഷൻ തരുന്ന പരിണാമപരമായ ഒരു ക്വാളിറ്റിയാണ് മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കുറേ ആളുകളെ ലൈംഗികമായി ഉപയോഗിക്കാൻ കഴിയുക, അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ കഴിയുക, അതൊരു വലിയ ക്വാളിറ്റിയാണെന്നാണ് അവർ പറഞ്ഞത്. യുക്തിവിചാരം മാസികയിൽ ഇതിനെപ്പറ്റിയൊരു ചർച്ചയുണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, യുക്തിവാദി പ്രസ്ഥാനത്തിൽ അംഗമായിട്ടുള്ള ഒരാൾക്കും ലൈംഗികപരമായ വിഷയങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല. ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വലിച്ചെറിയേണ്ടതാണ്. അതൊന്നും പാടില്ല. ഇതാണ് നാസ്തികതയുടെ ധാർമ്മികത. ആരെയും അടിക്കാം, കൊല്ലാം, കളവ് പറയാം, എവിടെയാണ് നമുക്ക് സുഖമുള്ളത് ആ സുഖത്തിൻ്റെ പിന്നാലെ പോകാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഡേവിഡ് ബ്ലാങ്കൻ ഹോണിൻ്റെ ഒരു പുസ്തകമുണ്ട്, പലതവണ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യണം. തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഫാദർലെസ് അമേരിക്ക. എന്തുകൊണ്ടാണ് തന്തയില്ലാത്ത അമേരിക്ക എന്നൊക്കെ പറയേണ്ടി വരുന്നത്? അയാൾ അതിൽ 2010 US സെൻസസ് ബ്യൂറോ പുറത്ത് വിട്ട കുറേ കണക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരു കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ അവിവാഹിതരായ ആളുകൾ ഗർഭം ധരിച്ച് ജനിച്ച് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 2,47,00,000 വിവാഹിതർ സ്വതന്ത്ര ചിന്തകരായി മാറി അതിലൂടെ പിറന്നതിൻ്റെ കണക്കല്ല ഞാൻ പറഞ്ഞത്, അത് വേറെയുണ്ട്.
വിധവകളുടേത് വേറെയുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ പിറന്നത് വേറെയുണ്ട്, അബോർഷൻ ചെയ്യപ്പെട്ട കണക്കുകൾ ലക്ഷക്കണക്കിന് വേറെയുണ്ട്. അതൊന്നും അല്ലാതെ വിവാഹത്തിന് വിവാഹപൂർവമായി തന്നെ എന്ത് ചെയ്തത്, ഗർഭം ധരിച്ച് പ്രസവിച്ച് ഇപ്പോൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾ, ഒരു രക്ഷിതാവിൻ്റെ സംരക്ഷണം കിട്ടാതെ, ഒരു പിതാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ, ഒരു കുടുംബത്തിൻ്റെ ലാളനകളും പരിഗണനകളും കിട്ടാതെ അങ്ങനെ വളരുന്ന ഒരു വലിയൊരു സമൂഹം ഒരു നാട്ടിലുണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന അരാജകത്വം എത്രയായിരിക്കും? അതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്തയില്ലാത്ത അമേരിക്ക എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അയാൾ പറയുന്ന സെൻസ് അതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. സ്വതന്ത്ര ലൈംഗികത പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലിംഗനീതിക്ക് പകരം ലിംഗസമത്വം എന്നൊരു ആശയം കൊണ്ടുവന്നത്. ലിംഗസമത്വം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയത് യുക്തിവാദികളുടെ സ്വർഗ്ഗരാജ്യം എന്ന് പറയാവുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ്, നോർവേയിലും ഡെൻമാർക്കിലും ഐസ്ലാൻഡിലുമൊക്കെ. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള സമരങ്ങളും ചിന്തകളും ഉടലെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ 100 ഇരട്ടിയാണ് അവിടെയുള്ള ഗാർഹിക പീഡനങ്ങൾ. ഇപ്പോൾ സോഷ്യോളജിസ്റ്റുകൾക്ക് ഒരു പുതിയ വിഷയം കിട്ടി, നോർഡിക് പാരഡോക്സ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോർഡിക് രാജ്യങ്ങളിൽ ഈ സ്വതന്ത്ര ചിന്ത നടപ്പിലാക്കിയപ്പോൾ പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചതിനെക്കുറിച്ചാണ് സാമൂഹ്യശാസ്ത്രം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നാസ്തികതയുടെ ധാർമ്മികത. ഇതൊരു വലിയ ഒരു അപകടം പിടിച്ചിട്ടുള്ളൊരു കാര്യം.